എറണാകുളം മഹാരാജാസ് കോളേജിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന് പരാതി. പോസ്റ്റൽ ബാലറ്റ് എത്തിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഉദ്യോഗസ്ഥർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് ചേരുന്നു. ലിഡിയ ജേക്കബ്, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? പ്രതിഷേധം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് മുദ്രാവാക്യം വിളിച്ച പോളിംഗ് ഓഫീസർമാർ പ്രതിഷേധിക്കുകയായിരുന്നു. അത് ഈ എറണാകുളം ജില്ലയിലെ മാത്രം അവസ്ഥയല്ല എന്നാണ് ഇവർ പറയുന്നത്. പല മണ്ഡലങ്ങളിൽ നിന്നുമുള്ള പോസ്റ്റൽ ബാലറ്റുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് പല മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് എറണാകുളം മഹാരാജാസ് കോളേജിൽ എത്തിയ പോളിംഗ് ഓഫീസർമാരാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. അവർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല, വലിയൊരു നീണ്ട നിര, പോളിംഗ് ഓഫീസർമാരുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് രാവിലെ 8 മണി മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. പല വിതരണ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയിട്ടും അത് കിട്ടിയ ശേഷവും, പോളിംഗ് സാമഗ്രികൾ കിട്ടിയ ശേഷവും ഓഫീസർമാർ ഇവിടെ തുടരുകയാണ്. അവർക്ക് വോട്ട് ചെയ്യാനാകുന്നില്ല എന്നുള്ളതാണ് പരാതി. പല മണ്ഡലങ്ങളിൽ നിന്നുള്ള ബാലറ്റുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പരാതി പറയുന്നത്. 6 മണിക്ക് മുൻപ് ഇത്തരത്തിൽ ബാലറ്റുകൾ എത്തിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ തന്നെയുള്ള പല മണ്ഡലങ്ങളിലും നിന്നും ബാലറ്റുകൾ എത്തിയിട്ടില്ല. അതിനെ എത്തിക്കാനാവുമോ എന്നുള്ള ആശങ്ക കൂടിയാണ്. ചേട്ടാ, എന്താണ് നിലവിൽ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട്? ഇനി എത്ര പേര് കൂടി വോട്ട് ചെയ്യാനുണ്ട്? തൃക്കാക്കര മണ്ഡലത്തില് 261 പോളിംഗ് സ്റ്റേഷനിലാണുള്ളത്. ഒരു പോളിംഗ് സ്റ്റേഷനില് 5 പേര് മിനിമം ഡ്യൂട്ടിക്കുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനടക്കം 5 പേരുണ്ട്. അത്തരത്തില് 1300ഓളം വരുന്ന ജീവനക്കാര് ഇവിടെ ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റ് ജീവനക്കാരുണ്ട്. ഈ 1300 ജീവനക്കാരിൽ കേവലം 40-45% ജീവനക്കാരുടെ മാത്രം ബാലറ്റുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ ജില്ലയ്ക്ക് വെളിയിൽ ഇപ്പോൾ ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ വോട്ടുള്ള ജീവനക്കാർ ഇവിടെ ഡ്യൂട്ടിക്കുണ്ട്. ആ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാരുടെ ബാലറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വോട്ട് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതാണ് പറയുന്നത്. അതായത് പല മണ്ഡലങ്ങളിൽ നിന്നുള്ള ബാലറ്റുകൾ എത്തിയിട്ടില്ല. അത് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള ബാലറ്റുകൾ കൂടി എത്താനുണ്ട് എന്നുള്ളതാണ്. പല പോളിംഗ് ഓഫീസർമാർക്കും ഇവരെയായിട്ടും വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നീണ്ട ഒരു ക്യൂവും അതുപോലെ ഇത്രയും ആളുകൾ കാത്തിരിക്കുക കൂടിയാണ്. ഈ പോളിംഗ് സാമഗ്രികൾ ശേഖരിച്ച ശേഷം ഇത്രയും ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതാ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോളിംഗ് സാമഗ്രികൾ ശേഖരിച്ച ശേഷം ഈ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. അതിൽ പലരും വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണ്. 6 മണിക്ക് മുൻപ് ബാലറ്റ് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ കൂടി പലരും കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അത് എത്തുമോ എന്നുള്ള ആശങ്കയാണ്. പ്രത്യേകിച്ച് പല ജില്ലയ്ക്ക് പുറത്തുള്ള പല മണ്ഡലങ്ങളിൽ നിന്നുള്ള സാമഗ്രികൾ എത്തുമോ എന്നുള്ള വലിയ ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി കടന്നത്. അല്പസമയം മുൻപ് മുദ്രാവാക്യം വിളിച്ചുള്ള പ്രതിഷേധം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത് അല്പസമയം മുൻപ് അവസാനിച്ചിരിക്കുകയാണ്. വോട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നു. പക്ഷേ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോഴും അതിൻ്റെ വളരെ അപര്യാപ്തതയുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അല്പം മുമ്പ് കണ്ടത്. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ തന്നെ നീണ്ട നിരയാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനായി എറണാകുളം മഹാരാജാസ് കോളേജിലുള്ളത്. അവർ പ്രതിഷേധിച്ചിരുന്നു. പോളിംഗ് സാമഗ്രികളൊക്കെ ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് പക്ഷേ വോട്ട് ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ് വോട്ട് ചെയ്തിട്ട് വേണം അവർക്ക് ഈ പോളിംഗ് സാമഗ്രികളുമായി വിവിധ ബൂത്തുകളിലേക്ക് പോകേണ്ടത് എന്ന കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർക്കുന്നത് നന്നായിരിക്കും. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.